ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. എൻ്റെ ഒരു വർഷത്തെ ജിയോ ഫൈബർ യൂസർ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ നാട്ടിൽ ജിയോയുടെ കണക്ഷൻ വന്നിട്ട് അധികമൊന്നും ആയിട്ടില്ല. ആ കണക്ഷൻ വരുന്നതിന് മുമ്പ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കേരള വിഷൻ്റെ ഫൈബർ കണക്ഷനായിരുന്നു. അതിവേഗ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ വീട്ടിലേക്ക് കേബിളുകളെയും കൊണ്ടുവന്ന് തന്ന കണക്ഷൻ. ആ ഒരു കണക്ഷൻ ഉപയോഗിച്ച് എനിക്കൊരു പടം ഡൗൺലോഡ് ചെയ്യാൻ എടുക്കുന്ന സമയം നമ്മളുടെ 4G സിമ്മിൽ ഒരു പടം നമ്മൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നു ആ സെയിം സ്പീഡ് ഉണ്ടായിരുന്നുള്ളൂ. 125 MB/s പ്ലാനാണ് ഞാൻ ചൂസ് ചെയ്തു. നല്ല വെടിപ്പായിരുന്നു. എൻ്റെ പൊന്നെ, എത്ര തവണ ഒരു തവണ വരെ മോഡം വരെ അവർ കൊണ്ടുവന്ന് മാറ്റി വെച്ചു. എന്നിട്ടും ശരിയാവുന്നില്ല. അവസാനം സഹിയിട്ട് ഞാൻ ജിയോ കണക്ഷനെ വിളിച്ചത് സിമ്പിളായിട്ടായിരുന്നു. എങ്ങനെ വിളിക്കണമെന്ന് ഞാൻ ശ്രദ്ധിച്ചു തരാം. ജിയോയെ എങ്ങനെ കോൺടാക്ട് ചെയ്യാം? ആദ്യം പ്ലേ സ്റ്റോറിൽ പോയി മൈ ജിയോയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പ് ഇൻസ്റ്റാൾ ആവാൻ നേരത്ത് അതിനകത്തൊരു ലോഗിൻ ചെയ്യേണ്ടി വരും. നമ്മുടെ ഫോൺ നമ്പർ അടിച്ച് നമ്മൾ ലോഗിൻ ചെയ്യണം. OTP വരും, നമ്മൾ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യാൻ നേരത്ത് നേരെ ഹോം പേജിൽ തന്നെ ഫൈബർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ഫൈബറിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പേര്, നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളുടെ കോൺടാക്ട് നമ്പർ അടിക്കുക. പിന്നെ അവിടെ നിങ്ങൾ ലൊക്കേഷനും കൂടെ ഒന്ന് പിൻ ചെയ്ത് വെക്കുക. ആ ഒരു പിൻ ചെയ്ത് വെക്കുന്ന വേളയിൽ തന്നെ ജിയോ നിങ്ങളുടെ ഏരിയയിൽ സർവീസബിൾ ആണോ എന്ന് അവർ ചെക്ക് ചെയ്യും. അപ്പം നിങ്ങൾക്ക് വരുന്ന ഓപ്ഷൻ ജിയോ സർവീസബിൾ ആണെങ്കിൽ, അതായത് ജിയോ ഫൈബർ സർവീസബിൾ ആണ്. ജിയോ ഫൈബർ എയർ മാക്സ് എന്നൊക്കെ കാണിക്കും. നിങ്ങൾ അതിൽ നിന്ന് സിമ്പിളായിട്ട് സെലക്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സർവീസ് ചാർജ് കുറഞ്ഞ് കിട്ടുന്നതും ജിയോ ഫൈബർ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് സെലക്ട് ചെയ്യുക. സൂപ്പറായിരിക്കും, പൊളി സ്പീഡാണ്. എൻ്റെ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്. നമുക്ക് അപ്ലോഡിങ് സ്പീഡ് മിനിമം 114 MB/s കിട്ടും. 100 MB/s പ്ലാനാണ് എടുക്കുന്നതെങ്കിൽ പിന്നെ ഡൗൺലോഡ് സ്പീഡ് ഒരു 104 MB/s കിട്ടും. അതുപോലെ പൊളിയാണ്. പിന്നെ നമ്മുടെ വീട്ടിലെ ടി വിയിൽ കണക്ട് ചെയ്യുക, നോ പ്രോബ്ലം. സ്മാർട്ട് TV ഒക്കെ സുഖമായിട്ട് വർക്ക് ചെയ്യും. ചില പ്ലാനിലൂടെ ജിയോയുടെ കൂടെ ഫ്രീ ആയിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസും കിട്ടും. നമുക്ക് ഓൺലൈനിൽ പടങ്ങൾ കാണാം. നെറ്റ്ഫ്ലിക്സ്, ആമസോൺ അതുപോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെല്ലാം ചില ജിയോ പ്ലാനിലൂടെ കിട്ടുകയും ചെയ്യും. നമുക്ക് ജിയോ ഫൈബർ കണക്ഷൻ എടുത്തപ്പോഴായത് അതിന് അവിടെ 3 മാസത്തേക്കുള്ള സർവീസ് പ്ലാൻ ഉണ്ടായിരുന്നു എനിക്ക്. കാരണം 3 മാസത്തേക്കുള്ള കോസ്റ്റ്, അതായത് ഏകദേശം ഒരു 700 സംതിങ് ആ ഒരു റേഞ്ചിലാണ് ജിയോ ഫൈബർ 100 MB/s കൊടുക്കുന്നത്. വിത്തിൻ GST ഉണ്ട് അതിലൂടെ, അതും കൂടെ മറക്കരുത്, വിത്തിൻ GST. എന്തായാലും ജിയോയുടെ ഞാൻ ഒരു സ്പീഡ് ടെസ്റ്റ് ഇവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മൾ കണ്ടുപോകും എങ്ങനെ തോന്നുന്നു ഒരു വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ്.